KPCC പ്രസിഡന്റ് അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരണം മാത്രമല്ല, അതിനെ ചുമതല ഏൽപ്പിച്ചിരുന്ന ശ്രീ VT ബൽറാം ആ സ്ഥാനത്തു നിന്നും അദ്ദേഹം ഒഴിയുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പം അത് സ്വാഭാവികമായി പുനഃസംഘടന നടത്തുന്നതിനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. അല്പനേരം മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു VT ബൽറാമിനെ ആരും മാറ്റിയിട്ടില്ല, അങ്ങനെ ഒരു ചുമതല ആർക്കും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു ഇതുപോലും ഇല്ല എന്നാണ് പറയുന്നത്. ഉള്ളതായിരുന്നു, നിങ്ങൾ തമ്മിലേക്ക് സംസാരിക്കുന്നില്ലേ? അല്ല, എന്തായാലും ഇന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വരികയുണ്ടായി. ആ വാർത്തകൾ വായിച്ചതനുസരിച്ച് ബഹുമാനായ KPCCയുടെ പ്രസിഡന്റിൻ്റെ പ്രതികരണം ഞാനും കേട്ടു. ആ പ്രതികരണത്തിനനുസരിച്ച് ഉള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, പോലീസിൻ്റെ അതിക്രമം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ച് നടപടികൾ കൃത്യമായി എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് പ്രതിപക്ഷ നേതാവും അക്കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം. പോലീസ് ഒരു കാരണവശാലും ആരെയും ഇത്തരത്തിൽ ആരോടും പെരുമാറ്റം നടത്താൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? UDFനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വ്യാപകാക്ഷേപം ഉയർത്തുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഇല്ല, അദ്ദേഹം അങ്ങനെ UDFനെതിരെ ആക്ഷേപം ഉന്നയിച്ചായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണ് മുഖ്യമന്ത്രി ആവാനുള്ള റിഹേഴ്സലാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നതെന്നാണ്. അല്ല, അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, അതിന് മറുപടി ഒന്നും പറയാൻ അതിനൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടത്തില്ല. അതിന് ഒരു മറുപടിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അല്ല, UDFനെ ലീഗ് നയിക്കുന്നതുകൊണ്ട് ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്, അങ്ങനെയാണോ? ഇല്ല, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതുപോലെ പലതും വരാറുണ്ട്. അതിലപ്പുറത്ത് ഞാനൊന്നും കാണുന്നില്ല. അതിന് ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ UDF കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഈ കാര്യത്തിൽ. KPCC പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി വിളിച്ച പരിപാടിയിൽ അല്ലെങ്കിൽ സദ്യയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തതിനെതിരെ. കാരണം ആ കസ്റ്റഡി മരണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന അതേ ദിവസമാണ് ഈ സദ്യയിൽ പങ്കെടുത്തത്. അത് വേണ്ടായിരുന്നു എന്നാണ് മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, അതേക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഈ പിന്നെ കൻ്റോൺമെൻറ്റ് ഹൗസിൽ നിന്നും ഞങ്ങൾ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ബഹുമാനായ പ്രതിപക്ഷ നേതാവും ഞാനും ഒന്നിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾ നേരെ പോയത് ആശാ വർക്കേഴ്സിനെ കാണാൻ വേണ്ടിയാണ് പോയത്. അവർക്ക് ഓണക്കോടി അവിടെ വിതരണം ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് മറ്റേ പരിപാടിക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ അന്നേരം ഈ കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ എത്തിയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ശേഷമാണ് ഇതൊക്കെ കണ്ടു തുടങ്ങിയത്. അത് സ്വാഭാവികമായി അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ അത് ഇതിനു മുമ്പ് അത് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും അത് മാറി നിൽക്കുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ബീഹാറിലെ ഇലക്ഷന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഈ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പരാമർശം, BD പരാമർശം വരികയും അത് വലിയ തോതിൽ ദേശീയ തലത്തിലടക്കം ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ പ്രതിരോധിക്കേണ്ട അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത്? അല്ല, അത് KPCC പ്രസിഡന്റ് അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരണം മാത്രമല്ല, അതിനെ ചുമതല ഏൽപ്പിച്ചിരുന്ന ശ്രീ VT ബൽറാം ആ സ്ഥാനത്തു നിന്നും അദ്ദേഹം ഒഴിയുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പം അത് സ്വാഭാവികമായി പുനഃസംഘടന നടത്തുന്നതിനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. അല്പനേരം മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു VT ബൽറാമിനെ ആരും മാറ്റിയിട്ടില്ല, അങ്ങനെ ഒരു ചുമതല ആർക്കും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു ഇതുപോലും ഇല്ല എന്നാണ് പറയുന്നത്. ഉള്ളതായിരുന്നു, നിങ്ങൾ തമ്മിലേക്ക് സംസാരിക്കുന്നില്ലേ? അല്ല, എന്തായാലും ഇന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വരികയുണ്ടായി. ആ വാർത്തകൾ വായിച്ചതനുസരിച്ച് ബഹുമാനായ KPCCയുടെ പ്രസിഡന്റിൻ്റെ പ്രതികരണം ഞാനും കേട്ടു. ആ പ്രതികരണത്തിനനുസരിച്ച് ഉള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഇത് ചോദിച്ചിരുന്നില്ല? അങ്ങ് ഇത് ചോദിച്ചിരുന്നില്ല KPCC പ്രസിഡന്റിനോട്? അല്ല, KPCC പ്രസിഡന്റ് പ്രതികരണം പത്രത്തിൽ വന്നല്ലോ. അതിന് അപ്പുറത്തേക്കൊരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയില്ല.